നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. സോ പൊളിറ്റിയിൽ 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എപ്പിസോഡ് 2-ൽ ജോഗ്രഫിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ജോഗ്രഫിയുടെ സെക്ഷനിൽ വരുമ്പോൾ 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് 2010 ചോദിച്ചിട്ടുള്ളത്. 25ഓളം ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയോളം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഒരു സെക്ഷനിൽ എടുക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് കൂടി എടുക്കാം. അപ്പോൾ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് 2010 പ്രിലിംസ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് 1 കാണാത്തവർ ഉറപ്പായിട്ടും ഇത് കാണുക. ഇത് കാണുന്നതിനോടൊപ്പം തന്നെ ഇത് ഒരു നോട്ട്സ് ആക്കി എഴുതി മാറ്റി വയ്ക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ വായിക്കാനും കൂടിയൊക്കെ ശ്രമിക്കുക. ക്വസ്റ്റ്യനിൽ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് പഠിക്കുന്നതും നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, നമുക്ക് സമയം കളയുന്നില്ല, വിഷയത്തിലോട്ട് പോവാം. ഇവിടെ ദ ലാറ്റിറ്റ്യൂഡ്സ് ദാറ്റ് പാസ് ത്രൂ സിക്കിം ആൾസോ പാസ് ത്രൂ. ലാറ്റിറ്റ്യൂഡ് 2 തരത്തിലുള്ള രേഖകളാണ് ഉള്ളത്. ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ടുള്ള രേഖകളും, അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓരോ പോൾസിനെയും, നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്ന രേഖകളും. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ലാറ്റിറ്റ്യൂഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡിൽ അക്ഷാംശ രേഖകളിൽ സിക്കിമിലൂടെ പാസ് ചെയ്യുന്ന ഒരു രേഖയുണ്ട്. ആ ഒരു രേഖ ഇതിൽ ഏത് സംസ്ഥാനവുമായിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്, ക്രോസ് ചെയ്ത് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. NCERT ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടുള്ളവർക്ക്, കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു പിക്ചർ പരിചയമായിരിക്കും. അപ്പോൾ ഈ സിക്കിം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ നമുക്ക് സിക്കിമിലൂടെ ഒരു അക്ഷാംശരേഖ കടന്നു പോകണമെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഓക്കെ, 27 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിലുള്ളത് നമുക്ക് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ. ഓക്കെ, ഇവിടെ ജമ്മു ആൻഡ് കാശ്മീർ യാതൊരു സാധ്യതയുമില്ല. ഓക്കെ, ഹിമാചൽ പ്രദേശ് സാധ്യതയില്ല. പഞ്ചാബ് നോവേ. അപ്പോൾ പഞ്ചാബിൻ്റെ ഏറ്റവും താഴത്തെ ഒരു പോർഷനിലൂടെ വരച്ചു കഴിഞ്ഞാലും അത് സിക്കിമായിട്ട് ടച്ച് ചെയ്യുന്നതല്ല. ദെൻ രാജസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ ഏകദേശം മധ്യഭാഗത്തിന് മുകളിലായിട്ട് പാസ് ചെയ്ത് പോകുന്ന 27 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സിക്കിമിലൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ രാജസ്ഥാനാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഉത്തരം A ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ജോഗ്രഫിക് ഏരിയ വിത്ത് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 400 മീറ്റേഴ്സ്. ആൾട്ടിറ്റ്യൂഡ് ഇവിടെ പറയുന്നുണ്ട് 400 മീറ്റേഴ്സ്. ഹാസ് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആവറേജ് മാക്സിമം ടെമ്പറേച്ചർ എല്ലാ മന്തിൻ്റെ തന്നിട്ടുണ്ട്. ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആവറേജ് മിനിമം ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. റെയിൻഫാൾ തന്നിട്ടുണ്ട്, മില്ലിമീറ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് ദിസ് ജോഗ്രഫിക് ഏരിയ വേർ ടു ഹാവ് എ നാച്ചുറൽ ഫോറസ്റ്റ്. ഓക്കെ, ഒരു നാച്ചുറൽ ഫോറസ്റ്റ് ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉണ്ടെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വുഡ് ഇറ്റ് മോസ്റ്റ് ലൈക്ലി ബി. നമുക്ക് 4 ചോയ്സ് ആണുള്ളത്. മോയിസ്റ്റ് ടെമ്പറേറ്റ് കോണിഫറസ് ഫോറസ്റ്റ്, മോണ്ടൈൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 പ്രത്യേകതകൾ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറയുന്നത് ഈ റെയിൻഫാളിൻ്റെ കാര്യത്തിൽ. ഓക്കെ, റെയിൻഫാളിൻ്റെ കാര്യത്തിൽ ഇവിടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, എസ്പെഷ്യലി മാർച്ച് മാസത്തിൽ ഒരു 188 മില്ലിമീറ്റർ എന്നുള്ള രീതിയിൽ അല്പം ഹൈ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈ ഉണ്ട്. സോ നമുക്ക് ഈ ഒരു റെയിൻഫാൾ, മൺസൂൺ എന്താണെന്നെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ പീക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മിനിമം ആയാലും മാക്സിമം ആയാലും ഏകദേശം ഒരേപോലെ കീപ്പ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ, റെയിൻഫാളിൻ്റെ ഒരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 170 സെൻറ്റിമീറ്റർ റേഞ്ചിലാണ് ഇവിടെ ഒരു റെയിൻഫാൾ കാണിക്കുന്നത്. സോ ഇതെല്ലാം കൂടി മാച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയാസിനാണ് മാച്ച് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരാൻ സാധ്യത, ആൾട്ടിറ്റ്യൂഡ് 400 മീറ്റേഴ്സ് പറയുമ്പോൾ ഒരു ഡൗട്ട് തോന്നാം. ഓക്കെ, ഓപ്ഷൻ എയിലോട്ട് പോകാനുള്ളൊരു സാധ്യതയൊക്കെ കാണിക്കാം. പക്ഷേ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 400 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ ഏരിയസ് ആണ് വരുന്നത്. സോ ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലോട്ട് വരാനായിട്ട് സാധിക്കും. സോ ഉത്തരം എന്ന് പറയുന്നത് D ആണ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇവിടെ ഒരു ചോദ്യം അന്നത്തെ ഒരു കറണ്ട് അഫേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയൊക്കെ വരുന്നൊരു കാര്യമായിരിക്കും. നമുക്ക് നോക്കാം. A new type of El Nino called El Nino
Modoki appeared in the news. Okay, of course, this is current affairs ആയിട്ട് വന്ന news ആണ്. In this context, consider the following statements. Okay, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Normal El Nino forms in the central Pacific Ocean, whereas El Nino Modoki form Eastern Pacific Ocean. Okay, രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. Normal El Nino result in diminished hurricane in Atlantic Ocean, but El Nino Modoki results in greater number of hurricane with greater frequency. Okay. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൽനിനോ ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് ഈസ്റ്റ് സെൻട്രൽ പസഫിക് ഓഷ്യനിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിന് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പകുതിയോളം ശരിയാണ്. ഇനി വരുന്ന ഭാഗം നോക്കാം. എൽനിനോ മൊഡോക്കിയും ഫോം ചെയ്യുന്നത് ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിലല്ല, സെൻട്രലാണ്. അപ്പോൾ ഹെൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റോങ് ആണ്. എൽനിനോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കണം. എൽനിനോ ലാനിനോ നമുക്ക് NCERT വായിക്കുന്ന സമയത്തൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അത് അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ഹരിക്കെയിൻ്റെ ഒരു സ്റ്റാറ്റസ് അത് ഡിമിനിഷ് ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ പകുതി വരെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പകുതി വരെ ശരിയാണ്. ഇനി എൽനിനോ മൊഡോക്കിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹരിക്കെയിൻ ഇവിടെ ഡിമിനിഷ് ചെയ്യുമ്പോൾ എൽനിനോ മൊഡോക്കി എന്ന് പറയുമ്പോൾ അതൊരു ഗ്രേറ്റർ ഫ്രീക്വൻസി ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 2 only ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ ഈ മൊഡോക്കിയുടെ കാര്യം പറയുന്നത് ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെയും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലെയും ആദ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് NCERT ബുക്കിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. എൽനിനോ മൊഡോക്കി 2013 ന്യൂസിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഭാഗികമായിട്ട് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഓക്കെ, ഒരു ചോദ്യമാണ്. ഇവിടെ അടുത്തൊരു കാര്യം, മോൺ 863 ഈസ് എ വെറൈറ്റി ഓഫ് മെയ്സ്. ഇറ്റ് വാസ് ഇൻ ദ ന്യൂസ് ഫോർ ദ ഫോളോയിങ് റീസൺ. ഓക്കെ, ഇത് 2010 ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ന്യൂസ് പേപ്പറിൽ MON 863 എന്ന് പറയുന്ന മെയ്സിൻ്റെ ഒരു വെറൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല 2007 ഇതിനായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റിയാണ്. സോ ജനറ്റിക്കലി മോഡിഫൈഡ് ആണെന്ന് എല്ലാ സെൻറ്റൻസിലും ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ ന്യൂസ് തന്നെ കാണിക്കാം. ഇത് റോയിറ്റേഴ്സിൻ്റെ ഒരു ന്യൂസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കോൺ റൂട്ട് വേംസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇതിനുണ്ട്. ഇപ്പോൾ ഗ്രീൻ പീസ് സംഘടനകളൊക്കെ യൂറോപ്യൻ യൂണിയനിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുമായിട്ട് ഇത് അലോ ചെയ്തതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നുണ്ട്. സോ അതാണ് 2007, 2010, 2013 ഇത് ന്യൂസിൽ വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇപ്പോഴും 2019 ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസസ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ എപ്പോഴെങ്കിലും ഇത് ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇതിവിടെ പെസ്റ്റിസൈഡായിട്ട് ആക്ട് ചെയ്യും, അതായത് ഒരു നാച്ചുറൽ പെസ്റ്റിസൈഡ് പോലെ അത് ആക്ട് ചെയ്യും, അത് പ്രിവെൻറ്റ് ചെയ്യും. ഇവിടെ കോൺ റൂട്ട് വേംസിനാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു US കമ്പനി, US ബയോടെക് കമ്പനിയാണ് ഈ ഒരു വെറൈറ്റി അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ എയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡാർക്ക് വെറൈറ്റി എന്നാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തേൽ ഒരു പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. വെയിറ്റ്, ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റി, ഹൈ പ്രോട്ടീൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ ഹൈ പ്രോട്ടീനായിട്ട് ബന്ധപ്പെടുത്തിയൊന്നും ഇതിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ബയോഫ്യൂവൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇത് അട്ടർലി നോൺസെൻസ് ആണ്. അപ്പോൾ ബി തന്നെയാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റി ആണ് വിച്ച് ക്യാൻ പ്രിവെൻറ്റ് പെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം വരുന്നത്, ദോ കോഫി ആൻഡ് ടീ ബോത്ത് ആർ കൾട്ടിവേറ്റഡ് ഓൺ ഹിൽ സ്ലോപ്സ്, there is some difference between them regarding their cultivation. കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു വയ്ക്കുന്നു. In this context, consider the following statement. Coffee plants requires a hot and humid climate of tropical area, whereas tea can be cultivated in both tropical and subtropical areas. നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് തിരിച്ചു വരാം. Coffee is propagated by seeds, but tea is propagated by stem cutting only. Okay.
വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഇത് ഇൻകറക്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം ഈ കൾട്ടിവേഷൻ സ്ഥലങ്ങൾ നോക്കാം. കോഫി പ്ലാന്റ്സ് റിക്വേർഡ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. NCERT വായിക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഭാഗം വരെ ശരിയാണ്. ഓഫ് ട്രോപ്പിക്കൽ ഏരിയാസ്, ഓക്കെ, ഈ ഒരു ഭാഗം വരെ ശരിയാണ്. വേറെ ടീ ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയാസ്. സോ നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയാസ് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആസാം ഏരിയയിലും ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സബ് ട്രോപ്പിക്കൽ ഏരിയാസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇവിടെ ഒരു എക്സ്ട്രീം ഒരു സെൻറ്റൻസിലോട്ട് കൊണ്ടുവന്ന് ഒള്ളി എന്ന് പറഞ്ഞോട് നമുക്കൊരു ഹിൻഡ് ഇട്ട് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കോഫി ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ് ബട്ട് ടീ ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ സ്റ്റെം കട്ടിംഗ് ഒള്ളി. ടീ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 രീതിയിലാണ്. അതിൻ്റെ സീഡിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലീഫ് കട്ടിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റെം കട്ടിങ്ങിൽ നിന്നും പറ്റും. അപ്പോൾ സ്റ്റെം കട്ടിങ്ങിൽ നിന്ന് മാത്രം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ റോങ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 ഒള്ളി എന്നുള്ള ആൻസർ ആയിട്ട് എടുക്കേണ്ടി വരും. എലിമിനേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മേ ബി ഒരു വൈൽഡ് ഗസ്റ്റിലോട്ട് പോകാൻ പറ്റുന്ന ഒരു സാധ്യത തുറന്നിടുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. Consider the following statements. The boundaries of a national park are defined by legislation. A biosphere reserve is declared to conserve a few specific species of flora and fauna. In a wildlife sanctuary, limited biotic interference is permitted. Okay. Which one of the following statement given above is or are correct? നമുക്കിതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ എടുക്കേണ്ടത്. നാഷണൽ പാർക്കിൻ്റെ ബൗണ്ടറീസ് നിർണ്ണയിക്കുന്നതിൽ ലെജിസ്ലേഷൻ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. ഇറ്റ്സ് ഡിഫൈൻഡ് ബൈ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള ചോയ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം വെച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി നോക്കാം. എ ബയോസ്ഫിയർ റിസർവ് ഈസ് ഡിക്ലെയർഡ് ടു കൺസർവ് എ ഫ്യൂ. ഇത് നിങ്ങൾക്കൊരു കീ പോയിന്റ് ആണ്. എ ഫ്യൂ അങ്ങനെ ഒരു വളരെ ചെറിയൊരു സ്പീഷ്യസിനെ മാത്രം സംരക്ഷിക്കാനായിട്ടല്ല ഒരു ബയോസ്ഫിയർ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ റോങ് ആയതുകൊണ്ട് ബിയും അതുപോലെ ഡിയും വരാനുള്ള സാധ്യത ഇവിടെ നിന്ന് മാറി കിട്ടി. പക്ഷേ എഗെയിൻ 1 ശരിയാണ്. അതുകൊണ്ട് എ ആൻഡ് സിയിലുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കാം. എൻ എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലിമിറ്റഡ് ബയോട്ടിക് ഇൻ്റർഫറൻസ് ഈസ് പെർമിറ്റഡ്. നമുക്കറിയാം വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ റെഗുലേറ്റഡ് പിൽഗ്രിമേജ്, അതുപോലെ ടൂറിസം, സോ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ അലോ ചെയ്യുന്നുണ്ട്. ഒരു ബഫർ സോണൊക്കെ അലോ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 1 and 3 എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരും. 1 and 3 ഓൺലി. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റും വ്യക്തമായിട്ട് തിരിച്ചറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. വിത്ത് റെഫറൻസ് ടു സോയിൽ കൺസർവേഷൻ കൺസിഡർ ദ ഫോളോയിങ് പ്രാക്ടീസസ്. ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും സോയിൽ കൺസർവേഷനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് NCERT വായിക്കുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ സോയിൽ കൺസർവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുള്ളത്. ക്രോപ്പ് റൊട്ടേഷൻ ഇന്ത്യയിൽ മാത്രമല്ല എവിടെയും സാധിക്കുന്ന ഒരു കാര്യമാണ് സോയിൽ കൺസർവേഷൻ ഉള്ളത്. ഓക്കെ, സാൻഡ് ഫെൻസസ് ഇന്ത്യൻ സാഹചര്യത്തിൽ അനുകൂലമാണ്. ടെറസ് ഫാമിങ്, ടെറസിങ് എന്നുള്ളൊരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നത് വിൻഡ് ബ്രേക്സ് ആണ്. വിൻഡ് ബ്രേക്സും ഇന്ത്യൻ സാഹചര്യത്തിൽ പറ്റും. വിൻഡ് ബ്രേക്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ ഇമാജസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ക്രോപ്സ് ഉള്ള ഒരു പാടശേഖരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുറ്റിച്ചെടികളൊക്കെ ആദ്യം വച്ചതിന് ശേഷം ഒരു കുറച്ച് വലിയ മരങ്ങൾ ഇങ്ങനെ വച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ വിൻഡിൻ്റെ ഫ്ലോ സ്വാഭാവികമായിട്ടും ആ ഒരു പാടശേഖരത്തോട് വരാതെ അത് വഴിമാറി ടോപ്പിലോട്ട് പോകും. അപ്പോൾ ഇത് കാരണം ക്രോപ്സിനും ഒന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ സോയിൽ കൺസർവേഷനും അത് സഹായകരമായിട്ടുള്ള ഒരു
കാര്യമാണ്. അപ്പോൾ വിൻഡ് ബ്രേക്സും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോയിൽ കൺസർവേഷൻ. ഇന്ത്യയുടെ പല ഭാഗത്തും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം തന്നെ ഇവിടെ ഇന്ത്യൻ കണ്ടസ്റ്റിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡി വിൽ ബി ദ ആൻസർ. 1, 2, 3 and 4 ആർ കറക്റ്റ്. ഓക്കെ. ആസ് പെർ ദ UN Habitat's Global Report on Human Settlement 2009, which one of the following regions has shown the fastest growth rate of urbanization in last 3 decades? Okay. ലാസ്റ്റ് 3 ഡിക്കേഡ്. ഓക്കെ. അവസാനത്തെ 3 ഡിക്കേഡിൽ ഉള്ള ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വൈൽഡ് ഗസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഏഷ്യയാണ്. എല്ലാവർക്കും ഒരു വൈൽഡ് ഗസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എയിലോട്ട് വേണമെങ്കിൽ അത് മാപ്പ് ചെയ്യാം. കാര്യം ഇന്ത്യ അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു അർബനൈസേഷൻ നടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. നമുക്കത് വിടാം. ഒരു ഡേറ്റയിലോട്ട് വരാം. 1975-ലെയും 2007-ലെയും ഡേറ്റ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 24% 1975-ൽ. അത് ഏകദേശം 40%-ലോട്ടാണ് 2007-ലോട്ട് മാറിയത്. ഓക്കെ. യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 65%-ഓളം ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്നത് 75-ൽ നിന്ന് 2007-ലോട്ട് വന്നപ്പോൾ അവിടുത്തെ ഒരു പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 72 ആയിട്ട് മാറി. അതുപോലെ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 61%-ൽ നിന്ന് 78%-ലോട്ട് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് മാറി. അതുപോലെ നോർത്ത് അമേരിക്കയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 73%-ൽ നിന്ന് 81%-ലോട്ട് മാറി. ഓക്കെ. എന്ന് പറഞ്ഞാൽ 2009 റിപ്പോർട്ട്സ് ആണ്. ഓക്കെ. ഇതുപോലെ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് കാണാനൊക്കെ സാധിക്കും. ഓക്കെ. ഇത് എപ്പോഴെങ്കിലും ഹിന്ദുവിലോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ന്യൂസ് പേപ്പറിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ ഇത് എവിടെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്? ഇതിപ്പോൾ നമീബിയയിലാണ്, നൈറോബിയിലാണ് ഇതിൻ്റെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഗ്രാഫ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആ ഗ്രാഫുകൾ മാത്രം നോക്കിയിട്ട് സ്വന്തമായി നോട്ട് എഴുതി വയ്ക്കുക. അത് വളരെയധികം സഹായകരമായിരിക്കും. സോ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഒരു ഗ്രോത്ത് റേറ്റിൽ ഒരു വലിയൊരു ചേഞ്ച് ഉള്ളത് 24%-ൽ നിന്ന് 40+%-ലോട്ട് പോയ ഏഷ്യൻ കൺട്രീസ് ആണ്. സോ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇവിടെ നമുക്കൊരു വൈൽഡ് ഗസ് ചെയ്ത് തന്നെ എയിലോട്ട് വരാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓൺ ദ പ്ലാനറ്റ് എർത്ത് the fresh water available for use amount to about less than 1% of the total water found. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മിക്കവാറും ചിലയിടത്തൊക്കെ 0.9% എന്ന് പറയാറുണ്ട്, 1% പറയാറുണ്ട്, 1.2% എന്നൊക്കെ പറയാറുണ്ട്. സോ എന്ത് തന്നെ ആയാലും 1% താഴെയാണ് ഫ്രഷ് വാട്ടർ അവൈലബിൾ എന്ന് പറയുന്നുണ്ട് ടോട്ടൽ വാട്ടറിൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇവിടുന്ന് എടുക്കേണ്ടത്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റിൽ of the total fresh water found on planet Earth, 95% is bound up in polar ice caps and glaciers. ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്രയും വലിയൊരു പെർസെൻറ്റേജ് അവിടെ വരുന്നില്ല. ഏകദേശം ഒരു 69%-ഓളമാണ് ഐസ് ക്യാപ്സിൽ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സിൽ ലോക്കായി കിടക്കുന്ന ഒരു ഫ്രഷ് വാട്ടറിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്. ഓക്കെ. പോയിട്ടുള്ള 1% അതർ സോഴ്സസ്. സോ ഇങ്ങനെ കണക്ക് വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്യുക. ഫ്രഷ് വാട്ടർ ഓൺ എർത്ത് നാഷണൽ ജോഗ്രഫിക്ക് അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതുമാതിരിയുള്ള ഡേറ്റാസ് കുറേ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നിയർ അബൌട്ട് 69%. സോ 95 അല്ല. ചിലയിടത്ത് ഇതുപോലെ 98% എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഫേക്ക് ന്യൂസുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ വെറുതെയാണ്. 69%. സോ 30% എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടറാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞില്ല. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. എ വിൽ ബി ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ക്യാൻ വൺ കെയിം അക്രോസ് ഇഫ് വൺ ട്രാവൽസ് ത്രൂ സ്ട്രേറ്റ് ഓഫ് മലാക്ക? സ്ട്രേറ്റ് ഓഫ് മലാക്കയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കടന്നു പോകാൻ സാധ്യതയുള്ള സിറ്റി ഏതാണെന്നാണ്, അല്ലെങ്കിൽ രാജ്യം ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ. ഇവിടെ ബാലി, ബ്രൂണൈ, ജാവ ആൻഡ് സിംഗപ്പൂർ. സോ ഇത് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്.
ഓക്കെ, നമുക്ക് ഓപ്ഷനുള്ള ബ്രൂണെ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ബ്രൂണെ തെറ്റാണ്. അതുപോലെ ബാലി എന്ന് പറയുന്ന ഈ ഭാഗത്താണ്, അത് തെറ്റാണ്. ജാവ എന്ന് പറയുന്ന ഈ ഭാഗത്താണ്, തെറ്റാണ്. ദാ സിംഗപ്പൂർ ഇതാ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ സിംഗപ്പൂർ ഈസ് എ റൈറ്റ് ആൻസർ. ഹിയർ ഇറ്റ്സ് ഡി ആണ് റൈറ്റ് ആൻസർ. സ്റ്റേറ്റ് ഓഫ് മലാക്ക മാത്രമല്ല, ഇതുപോലുള്ള വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള സ്ട്രേറ്റുകളൊക്കെ നോക്കുക. ബെറിംഗ് സ്ട്രേറ്റ് നോക്കുക, അതുപോലെ തന്നെ അറേബ്യൻ ഓഷ്യൽ ഒത്തിരി ഉണ്ട്, അതുപോലെ മെഡിറ്ററേനിയൻ സീയുടെ ആ ഭാഗത്തുണ്ട്, എല്ലാം നോക്കാം. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം. എ ജോഗ്രഫിക് റീജിയൻ ഹാസ് ഫോളോയിങ് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്: വാം ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്, മൈൽഡ് ആൻഡ് വെറ്റ് വിന്റർ, evergreen oak trees. The above features are the distinct characteristics of which one of the following regions? Okay. സോ എൻ സി ആർ ടി ക്ലൈമറ്റിൻ്റെ ഒരു കാര്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ചിലർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഓക്ക് ട്രീയുടെ കാര്യത്തിൽ ഡൗട്ട് വരും. ഓക്ക് ട്രീ മാത്രമല്ല, അതുപോലെയുള്ള കോൺ ട്രീസ്, കൈൻഡ് ഓഫ് റോസ്മേരി എല്ലാം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും മെഡിറ്ററേനിയൻ ഭാഗത്ത്. സോ മെഡിറ്ററേനിയൻ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്. അവിടെ ഒരു വാം ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സമ്മർ സമയത്ത് അവിടെ റെയിൻഫാൾ ഉണ്ടാവാറില്ല. വിൻ്റർ സമയത്ത് റെയിൻഫാൾ ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി എ വെറ്റ് വിൻ്റർ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് കോസസ് വിൻഡ് ടു ഡിഫ്ലക്ട് ടുവേഴ്സ് ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ? ഈ ഒരു ചോദ്യം സദേൺ ഹെമിസ്ഫിയറിൽ എന്തുകൊണ്ടാണ് വിൻഡ് ഇടത് ഭാഗത്തേക്ക് തിരിയുന്നതെന്ന്. സോ എൻ സി ആർ ടി വായിക്കുന്ന 6-7 ക്ലാസ്സുകളൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവും. കൊറിയോലിക് ഫോഴ്സ് എന്ന് വായിച്ചിട്ടുണ്ട്. കൊറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ ഫെറൽസ് ലാ, സദേൺ ഹെമിസ്ഫിയർ. സോ ദക്ഷിണാർദ്ധഗോളത്തിൽ ലെഫ്റ്റിലോട്ട് തിരിയും, അത് കൊറിയോലിസ് ഫോഴ്സ്, ഫെറൽസ് ലാ. ഇത് രണ്ടും ഒക്കെയർ ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ്. സോ ഇന്ന് 12 ചോദ്യങ്ങളാണ് നമ്മൾ ജോഗ്രഫിയുടെ സെഗ്മെന്റിൽ നോക്കിയത്. മൊത്തം 25 ചോദ്യങ്ങളാണ് 2020 ജോഗ്രഫിയുടെ സെഗ്മെന്റിൽ ചോദിച്ചിട്ടുള്ളത്. 25 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 മാർക്ക്. ഓക്കെ, ഇപ്പോൾ ജോഗ്രഫിക്ക് വളരെ നല്ലൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 3 ജോഗ്രഫിയുടെ ബാക്കിയുള്ള 13 ചോദ്യങ്ങൾ കൂടി നോക്കാം. സോ ഈ ഒരു എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഒപ്പം തന്നെ നോട്ട്സ് എഴുതിയെടുക്കുക. നോട്ട്സ് ഏതെങ്കിലും മറ്റുള്ള സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. ഞങ്ങളത് ടെലഗ്രാം ചാനൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നോട്ട് മാൻഡറ്ററി, യു ക്യാൻ ഡു ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് മറ്റൊരു അധ്യായമായിട്ട് അടുത്ത ദിവസം കാണാം. ദിസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.